ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മളൊരു വീടിനോട് തൊട്ടടുത്ത് തന്നെ അവർ കൃഷി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അരുണാചൽ പ്രദേശിലെ ജനങ്ങൾ വീടിനോട് തൊട്ടടുത്ത് കൃഷി ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിൽ റയറായിട്ടുള്ള ഈ ക്യാരറ്റും അതേപോലെ ചോളം, ആപ്പിള്, വാൾനട്ട്, ഇതിൻ്റെ കുറച്ച് ട്രീസൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. ഇതാണ് ഫ്രണ്ട്സ് ആപ്പിളിൻ്റെ മരമാണ് കേട്ടോ കാണുന്നത്. നമുക്കിതിൽ കാണാം നല്ല അത്യാവശ്യം വലിപ്പമുള്ള ആപ്പിളൊക്കെ ഉണ്ട്. ഒരുപാട് ആപ്പിൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ മരത്തിൽ. പച്ച കളറാണ്, കുറച്ച് മണി കഴിയുമ്പോൾ അത് പഴുത്ത് നല്ല സൂപ്പർ ആപ്പിളാവും. ഇവിടെ മറ്റൊരു പ്രധാന കൃഷികളൊന്നാണ് ചോളത്തിൻ്റെ കൃഷി കേട്ടോ. ഈ ചെടികളൊക്കെ കാണുന്നത് ചോളത്തിൻ്റെ ചെടികളാണ്. ഒരുപാട് ഇങ്ങനെ കതിരിട്ട്, ചോളക്കതിരുകളിട്ട് അത്യാവശ്യം പാകത്തിനായി തുടങ്ങുന്നുണ്ട്. പിന്നെ ക്യാരറ്റ് കൃഷിയാണ് കേട്ടോ അത്. ഇത് വാൾനട്ടിൻ്റെ മരമാണ് കേട്ടോ. ഇതിൽ വാൾനട്ട് ഉണ്ടായിരിക്കുന്നത് കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഇതാണ് ഈ വാൾനട്ട്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കഴിക്കുന്ന ആ വാൾനട്ടിൻ്റെ ഇതുള്ളത്. ഇതൊക്കെ ഇവിടെ വീടുകളിൽ സർവ്വസാധാരണമായിട്ട് ഉണ്ടാകുന്ന മരങ്ങളിലൊന്നാണ്. ഇവിടെയൊക്കെ ചോദിച്ചപ്പോൾ ഏകദേശം 1 കിലോന് ഷോപ്പിൽ വരുന്നത് 500 രൂപ ആ ഒരു റേഞ്ചിലാണ്. നമ്മളവിടെ ഇത് 1000-ൻ്റെ മുകളിലാണ് അതിൻ്റെ റേറ്റ്. ഇവിടുത്തെ റോസാപ്പൂക്കൾ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ അവിടെയുള്ള റോസാപ്പൂവിനാണ് കുറച്ചും കൂടി വലിപ്പമുണ്ട് കേട്ടോ. റോസാപ്പൂവിന് കൊടയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്നറിയില്ല, ചിലപ്പോൾ മഴയും വെയിലൊക്കെ ഇങ്ങനെ ഓരോ സെക്കൻഡിലൂടെ ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ റോസാപ്പൂവിൻ്റെ ഒരു ഇതിനു വേണ്ടി വെച്ച് കൊടുത്തിരിക്കുന്നു വിചാരിക്കുന്നു. നല്ലൊരു പൂവ്, എന്ത് പൂവാണെന്ന് അറിയില്ല. ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ നല്ലതായിരിക്കും. ഫ്രണ്ട്സ്, ഈ കാണുന്നത് ബ്രൊക്കോളിയുടെ തൈകളാണ് കേട്ടോ. ഇതിങ്ങനെ ഒരു ചെറിയൊരു കൂടയിൽ അവർ വെച്ചിരിക്കുകയാണ് തൈകൾ. ഇനി ഇത് ഇവിടുന്ന് എടുത്ത് നടണം. ഈ കാണുന്നത് ചോളത്തിൻ്റെ കൃഷിയാണ് കേട്ടോ, ചോളക്കൃഷി. ഇതിൻ്റെ സൈഡിൽ തടയിട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ അലോവേരയാണ്. അടുത്ത ഒരു ചെടി എന്ന് പറഞ്ഞാൽ വളരെ സർപ്രൈസ്ഡ് ആയിട്ടുള്ളതാണ്. നമ്മൾ കുറച്ചുകൂടിയും അത്ഭുതപ്പെട്ടു പോവും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിവി ഫ്രൂട്ടാണ് കേട്ടോ. എന്താടാ ശരിക്കും എന്തോരം ഉണ്ടായിരിക്കും നോക്കിയേ. ഇവിടെ ഉണ്ട്, അവിടെ വലിയൊരു കൂട്ടം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ സർവ്വസാധാരണമായിട്ട് ഉണ്ടാകുന്നതാണ്. ഏകദേശം 1 കിലോന് ഇവിടെ റേറ്റ് പറഞ്ഞത് ഒരു 60 to 65 ആണ് കേട്ടോ. ഇതാണ് കിവിയുടെ ട്രീ. കിവി ഉണ്ടാകുന്ന ട്രീ ഇതാണ്. കുറേ ഉണ്ടായിട്ടുണ്ട് ഇതിൽ തന്നെ. ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് കേട്ടോ വാൾനട്ടിൻ്റെ മരമാണേ. വാൾനട്ട് 2 ബഡ സംഭവങ്ങൾ ഉണ്ടാക്കി നിൽക്കുന്നത് കാണാം. ഏകദേശം ഇത് വിളവെടുപ്പിൻ്റെ സമയമാകുമ്പോൾ റെഡ് കളർ ആവുമെന്ന് പറഞ്ഞത്. ഒക്ടോബർ ആ ഒരു സമയത്താണ് കേട്ടോ ഇതിൻ്റെ വിളവെടുപ്പിൻ്റെ ടൈം. ആ ഒരു സമയത്താണ് സീസൺ. ആ ഒരു ചെടിയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് മരത്തിൻ്റെ ഒരു പകുതി, ഒരു ചില്ലയിൽ നിന്നാണ് ഇത്രയ്ക്കധികം വാൾനട്ട് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. ഇത് ക്യാബേജിൻ്റെ കൃഷി കേട്ടോ. ക്യാബേജൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ശരിക്കും.
നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ബാക്കിൽ നല്ല വലിയ പർവ്വതങ്ങൾ എന്ന് തന്നെ പറയാം, മലകളുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഓരോരുത്തരുടെ സ്ഥലങ്ങൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇട്ടിരിക്കുന്നത് കാണാൻ പറ്റും. ആ കാണുന്ന റോഡാണ് കേട്ടോ, വൈറ്റ് കളറിൽ കറണ്ടിൻ്റെ ലൈനും പോകുന്നുണ്ട്. ഇത് വളരെ റയറായിട്ട് കാണപ്പെടുന്ന ഫ്രൂട്ടാണ് കേട്ടോ. ഇത് ആർക്കെങ്കിലും അറിയാമെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ.